കാളിദാസ മഹാകവി ഒരു ദിവസം ഗ്രാമത്തിലൂടെ നടന്നു വരികയായിരുന്നു. ദാഹിച്ചു വലഞ്ഞ അദ്ദേഹം അവിടെ ഒരു കിണർ കണ്ട് അങ്ങോട്ട് പോയി. അവിടെ ഒരു ഗ്രാമീണ സ്ത്രീ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് വെള്ളം കോരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആ സ്ത്രീയോട് ചോദിച്ചു, ഇത്തിരി വെള്ളം തരാമോ എന്ന്. സ്ത്രീ പറഞ്ഞു, ഞാൻ വെള്ളം തരാം, പക്ഷെ അങ്ങൊന്ന് പരിചയപ്പെടുത്താവോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വഴിപോക്കനാണെന്ന്. ഗ്രാമീണ സ്ത്രീ പറഞ്ഞു, എൻ്റെ അറിവിൽ രണ്ട് പേരെ വഴിപോക്കരായിട്ടുള്ളൂ, ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനും. അപ്പൊ അങ്ങ് സൂര്യനുമല്ല ചന്ദ്രനുമല്ല. അപ്പോൾ കാളിദാസ മഹാകവി പറഞ്ഞു, എന്നെ ഒരു അതിഥിയായി കണക്കാക്കി അല്പം വെള്ളം തരൂ എന്ന് പറഞ്ഞു. ഗ്രാമീണ സ്ത്രീ പറഞ്ഞു, എൻ്റെ അറിവിൽ ക്ഷണിക്കപ്പെടാതെ വരുന്നവരാണ് അതിഥികൾ. അത് രണ്ട് പേരേ ഉള്ളൂ, ഒന്ന് മരണവും ഒന്ന് വേദനയും. അപ്പൊ അങ്ങ് മരണവുമല്ല വേദനയുമല്ല, അങ്ങ് ആരാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പിടിവാശിക്കാരനാണെന്ന് മനസ്സിലാക്കി ഇത്തിരി വെള്ളം തരൂ എന്ന് പറഞ്ഞു. ഗ്രാമീണ സ്ത്രീ പറഞ്ഞു, എൻ്റെ അറിവിൽ പിടിവാശിക്കാരായിട്ട് രണ്ട് പേരേ ഉള്ളൂ, ഒന്ന് മുടിയും ഒന്ന് നഖവും. ആര് എപ്പോൾ എന്തിന് ഏതാവശ്യത്തിന് മുറിച്ചാലും വളർന്നുകൊണ്ടേയിരിക്കുന്ന പിടിവാശിക്കാർ. ഈ കഥയുടെ സാരാംശം ഇത്രയേ ഉള്ളൂ. ആരെയും ചെറുതായി കാണരുത്. കാളിദാസ മഹാകവി തൻ്റെ ഐഡന്റിറ്റി പറയാത്തതിന് കാരണം ഇതൊരു ഗ്രാമീണ സ്ത്രീ, മുഷിഞ്ഞ വസ്ത്രം, ഇവർക്ക് വലിയ അറിവുണ്ടാവില്ല എന്ന് കരുതി. പക്ഷേ മഹാകവിയോളം അറിവ് ആ ഗ്രാമീണ സ്ത്രീക്ക് ഉണ്ടായിരുന്നു. എല്ലാവരിലും ഈശ്വരൻ അറിവ് നിറയ്ക്കുന്നുണ്ട് ഓരോ രീതിയിൽ. അപ്പോൾ ആരെയും ചെറുതായി കാണണ്ട. ബി ഹാപ്പി.